പരിരക്ഷ എനിക്ക് വേണം, ബാധ്യത പറ്റില്ല. ഇതാണ് ചിലരുടെ നിലപാട്. ഞങ്ങൾ പ്രത്യേകമാണ്, ഞങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളുണ്ട്, ബാധ്യതയോ അതില്ല. പക്ഷേ ഹിന്ദു സമൂഹം ഇത് രണ്ടും ഏറ്റെടുത്ത് നടക്കുന്നവരാ, എന്നിട്ട് പോലും തുല്യമായ അവകാശം കിട്ടുന്നില്ല. അതിനെതിരെയാണ് ഞാൻ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. ഇവർ ധരിക്കുന്നത് ഇത് നിസ്സാര കളിയാണ്, കേരളത്തിൽ ഒന്നുമല്ല. 166 സന്യാസിമാരടങ്ങിയ അഖിലേന്ത്യാ തലത്തിൽ അതിനകത്ത് മാതാ അമൃതാനന്ദമയുണ്ട്, ശ്രീ രവിശങ്കറുണ്ട്, ബാബാ രാംദേവ് ഉണ്ട്. ഇവരടക്കം 166 സന്യാസിമാരുടെ ഹിന്ദു ധർമ്മ ആചാര്യസഭ ഡൽഹിയിലുണ്ട്. ആ ആചാര്യസഭയുടെ ലീഗൽ അഡ്വൈസറാണ് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി. അദ്ദേഹത്തെയും ഞാൻ ഈ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ. ഇത് ആരെങ്കിലും ഒരു പരാതിക്കാരൻ വേണമല്ലോ കോടതിയിൽ. ഞാൻ അവരെക്കാൾ വലിയ ആൾ ഞാനായതുകൊണ്ടല്ല, ഞാൻ വളരെ ചെറിയ ആളാണ്. പക്ഷേ ഒന്ന് തുടങ്ങി വയ്ക്കണ്ടേ? ആരെങ്കിലും ഒരാൾ, ഒരു കൊച്ചിക്കാരൻ ഹൈക്കോടതിയിൽ പോകാൻ സമയമുള്ള ആൾ തുടങ്ങി വയ്ക്കുക. തുടങ്ങി വെച്ചു. ഇനിയിപ്പോൾ ഹിന്ദു ഐക്യവേദി, KPMS, നായർ സർവീസ് സൊസൈറ്റി, ഇവരൊക്കെ അതിനകത്ത് കക്ഷികളാണ്. കേസ് മുന്നോട്ട് പോകും. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം, ഒരു മെമ്പറെ ഇങ്ങനെ തിരഞ്ഞെടുത്തുള്ളൂ. 2 മെമ്പർമാരെ ഹിന്ദു മന്ത്രിമാരെ തിരഞ്ഞെടുക്കുകയാണ്. അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഹിന്ദു മന്ത്രിമാർ കൂടുന്നു, നമുക്കൊരു കാര്യം ചെയ്യാം, ഭാസ്കരൻ നായരെ വയ്ക്കാം, നാരായണൻ നായരെ വയ്ക്കാം, കഴിഞ്ഞു. ഇങ്ങനെ ചെയ്യാം എന്നാണ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു നിയമസഭ, മന്ത്രിസഭ, ഇതൊക്കെ പ്രവർത്തിക്കാൻ ചട്ടങ്ങളുണ്ട്, റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ പറഞ്ഞിരിക്കുന്നത് മന്ത്രിസഭയുടെ ഉപസമിതി, അതെന്ത് കാര്യത്തിനുള്ള ഉപസമിതിയാണെങ്കിലും, ഇതും ഒരു ഉപസമിതിയാണല്ലോ, ഹിന്ദു മന്ത്രിമാരുടെ ഉപസമിതി. ഈ ഉപസമിതിയുടെ മുഖ്യമന്ത്രി ഹിന്ദുവാണോ? അല്ല. മുഖ്യമന്ത്രി ഹിന്ദുവാണെങ്കിൽ എനിക്ക് തർക്കമില്ല. മുഖ്യമന്ത്രി അഹിന്ദുവാണെങ്കിൽ അവിടെ ഒരു കല്ലുകടിയില്ലേ? ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഹിന്ദു മന്ത്രിമാരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മൊത്തം കേരളത്തിൻ്റെ അഭിപ്രായമാണ്, മൊത്തം കേരളത്തിലെ ഹിന്ദുക്കളുടെ അഭിപ്രായം. ആ അഭിപ്രായത്തിന് മുകളിൽ അഹിന്ദുവായിട്ടൊരു മുഖ്യമന്ത്രിക്ക് വീറ്റോ പവർ കൊടുക്കുന്ന ചട്ടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നമ്മൾ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ നമ്മുടെ നിയമം പ്രവർത്തിക്കുന്നത് ചട്ടങ്ങളിലൂടെയാണ്. PSCയുടെ ഇതിൻ്റെ വില്ലേജ് ഓഫീസിൽ നിന്ന് കടലാസ് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും മുകളിൽ കണ്ടിട്ടില്ലേ? ചട്ടം 4B നോക്കുക. കണ്ടിട്ടുണ്ടല്ലോ? എല്ലാ സാധനത്തിൻ്റെ ഏറ്റവും മുകളിൽ വെറുതെ ഒരു രസീത് അവർ തന്നു കഴിഞ്ഞാൽ, പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുപോയി ടാക്സ് അടച്ചു അയാൾ ഒരു രസീത് തരും. ആ രസീതിൻ്റെ മുകളിൽ പഞ്ചായത്ത് നിയമം ഇത്ര, ചട്ടം 6B നോക്കുക. ഈ നിയമവും ചട്ടവും ഇല്ലാതെ ഒരു കാര്യം, ഒരു പൈസ അനക്കാൻ പറ്റില്ല സർക്കാരിൽ. നമ്മുടെ കേസിൽ നിയമം ഒരു വഴിക്കും ചട്ടം വേറൊരു വഴിക്കും പോയിരിക്കുന്നു. അതുകൊണ്ട് ഇത് ക്യാൻസലാക്കിയിട്ട് ഈ ദേവസ്വം ബോർഡുകൾ ഹിന്ദുക്കളെ തിരിച്ചേൽപ്പിക്കുക, ഇതാണ് ആവശ്യം. അൾട്ടിമേറ്റ് ആവശ്യം ഇതാണ്. സർക്കാർ പിൻവാങ്ങട്ടെ, സർക്കാർ നോക്കണ്ട. മതേതര സർക്കാരിന് ദേവസ്വം ബോർഡിലും അമ്പലത്തിലും എന്താ കാര്യം? അത് പണ്ട് രാജാവേറ്റ്, ശരി, കഴിഞ്ഞല്ലോ. അതൊക്കെ കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടി, ഭരണഘടന നിലവിൽ വന്നു, 10-65 വർഷമായി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങൾ രാജാവ് ചെയ്തു തിരുത്താനല്ലേ നിങ്ങളിരിക്കുന്നത്? രാജാവിൻ്റെ കാലത്ത് പോലും ഇത് കൂടുതൽ ജനാധിപത്യം ഉണ്ടായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം ഒറിജിനലി ഭരിച്ചിരുന്നത് 18 യോഗം എന്ന് പറഞ്ഞിട്ടാണ്. 18 നാട്ടുമാന്യന്മാരും രാജാവിന് അരയോഗം, അര വോട്ടേ ഉള്ളൂ. ഈ 18 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ സമിതിയിൽ നിന്ന് രാജാവിനെ പുറത്താക്കാം. അതായിരുന്നു നാട്ടുകാരുടെ പവർ. ഇവരെന്താ വിചാരിക്കുന്നത്? നമുക്കാർക്കും ജനാധിപത്യം ഇല്ലായിരുന്നു, നമ്മളൊക്കെ ഇങ്ങനെ എന്താ ഫ്യൂഡൽ ഫാസിസ്റ്റ് വ്യവസ്ഥിതിയിൽ ഞെരിഞ്ഞമർന്ന മണ്ണാങ്കട്ടയാണ്. ഭാരതത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ജനാധിപത്യം വേറെ എങ്ങും ഉണ്ടായിട്ടില്ല, ആർക്കും ഉണ്ടായിട്ടില്ല. ആ ജനാധിപത്യത്തെ ശ്വാസം മുട്ടിച്ച ബ്രിട്ടീഷുകാരാണ്. ഇന്നിപ്പോൾ ഒരു വിദ്വാൻ, അയാൾ MLA ആണ്, അയാൾ പറയുക കേണൽ മൺട്രോ നമ്മളെ രക്ഷിച്ചു എന്ന്. എൻ്റെ ദൈവമേ, മഹാത്മാഗാന്ധിയിൽ നിന്ന് മഹാത്മാഗാന്ധിയിലേക്ക് ഇങ്ങനെ അധപതിക്കുമോ മനുഷ്യൻ? കേണൽ മൺട്രോ ആണ് ദൈവം. ബ്രിട്ടീഷുകാരെ ചെയ്തതെല്ലാം കൊള്ളാം, നമ്മൾ പറയുന്നതൊക്കെ മോശം. KP ശങ്കരൻ നായർ കമ്മീഷൻ ഇവർ തന്നെ വെച്ച, ഈ LDF UDF സർക്കാർ വെച്ചാണ് 1984 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച്. എല്ലാവർക്കും അറിയാം ഇത് നടക്കുന്നത് അന്യായമാണെന്നറിയാം. കമ്മീഷനെ വെച്ചിട്ട് കമ്മീഷൻ ടേംസ് ഓഫ് റെഫറൻസ് കൊടുത്തു. ദേവസ്വം ബോർഡിൻ്റെ ഭരണം ഈ രീതിയിലാണോ മുന്നോട്ട് പോകേണ്ടത്? ഇതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എവിടെയെല്ലാം എന്തെല്ലാം മോഡേണൈസ് ചെയ്യണം? ഇതെല്ലാം പറഞ്ഞ്
കെ പി ശങ്കരൻ നായർ കമ്മീഷൻ വിശദമായ തെളിവെപ്പ് നടത്തിയിട്ട് ശങ്കരൻ നായർ റെക്കമെൻഡേഷൻ കൊടുത്തു. പലരും ജസ്റ്റിസ് ശങ്കരൻ നായർ ജസ്റ്റിസ് ഒന്നും ആയിരുന്നില്ല കേട്ടോ, ലോ ഓഫീസറായിരുന്നു അദ്ദേഹം കേരള സർക്കാരിൽ, ദേവസ്വം ബോർഡിൻ്റെ തന്നെ ലോ ഓഫീസറായിരുന്നു, നല്ല മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞത് പണ്ട് ക്ഷേത്രങ്ങൾ എങ്ങനെയാണോ നടന്നത് അതുപോലെ നടന്നാൽ മതി. കരക്കാരാണ് ക്ഷേത്രങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ രാജാവൊന്നും അല്ല ക്ഷേത്രം നടത്തിക്കൊണ്ടിരുന്നത്. ക്ഷേത്രത്തിൻ്റെ സംരക്ഷണം മാത്രമായിരുന്നു രാജാവിന്. രാജാവ് ക്ഷേത്രത്തിനുള്ളിൽ കയറുമായിരുന്നില്ല. ഏതെങ്കിലും രാജാവ് പറവൂർ മൂകാംബിക ക്ഷേത്രത്തിനുള്ളിൽ കയറിയതായിട്ട് വല്ല ചരിത്രമുണ്ടോ? ഇല്ല, കയറില്ല അവർ. കൊച്ചി രാജാവ് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ കയറും, തിരുവിതാംകൂർ രാജാവ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറും, അല്ലാതെ വേറെ അമ്പലങ്ങളിലൊന്നും അവർ പോവില്ല. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ 2-ാം ചാപ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്, രാജാവ് ക്ഷേത്രത്തിൻ്റെ ഭരണത്തിൽ ഇടപെട്ടുകൂടാ, ക്ഷേത്രത്തിന് സംരക്ഷണം മാത്രം കൊടുക്കണം, സംരക്ഷിക്കുക മാത്രമാണ് രാജാവിൻ്റെ ജോലി. അതാണ് 18 യോഗം. 18 നാട്ടുകാരും അര രാജാവും. ഒരു വിലയില്ല രാജാവിന് ഭരണത്തിൽ. പക്ഷേ ക്ഷേത്രത്തെ ആരെങ്കിലും ആക്രമിക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ രാജാവ് രംഗപ്രവേശം ചെയ്യും, സംരക്ഷിക്കും. ഇതായിരുന്നു നമ്മുടെ സിസ്റ്റം. ശങ്കരൻ നായർ പറഞ്ഞു ഒറിജിനലി ആ സിസ്റ്റത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഇപ്പോഴും ആ കരകളൊക്കെയുണ്ട്, ആ നാട്ടുകാരൊക്കെയുണ്ട്. എണ്ണം പോപ്പുലേഷൻ വർദ്ധിച്ചിട്ടുണ്ട്, അതനുസരിച്ച് അമ്പലങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. നമുക്കിത് വിഭജിക്കുക. ശങ്കരൻ നായർ കമ്മീഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടല്ലോ, എത്രയോ കോപ്പറേറ്റീവ് സൊസൈറ്റി കേരളത്തിൽ 11,000 കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുന്നു, ഓഹരി എടുക്കുന്നു, തെരഞ്ഞെടുപ്പ് നടക്കുന്നു, വാശിയോടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ആ തെരഞ്ഞെടുപ്പ് ചലഞ്ച് ചെയ്ത് കോടതിയിൽ പോകുന്നു, പൈസ മോഷണം പോയി എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു, ഉന്തും തള്ളവും ഉണ്ടാക്കി ക്രിമിനൽ കേസ് നടത്തുന്നു, സിവിൽ കേസ് കൊടുക്കുന്നു, ഒക്കെ ഭംഗിയായിട്ട് നടക്കുന്നില്ലേ? നമുക്കറിയാവുന്ന ആൾക്കാരാണ് ആ ഭരണസമിതി. നമ്മളൊരു വാക്ക് തർക്കം ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. കണക്ക് അവർ കൃത്യമായിട്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി ആരുടെയെങ്കിലും ഏതെങ്കിലും ഓഹരി എടുത്ത് പലരും ഇവിടെ കാണുമല്ലോ, 2, 3, 4 സൊസൈറ്റിയിൽ ഓഹരി എടുത്തവർ, ആർക്കെങ്കിലും ബാലൻസ് ഷീറ്റ് കൃത്യമായിട്ട് കിട്ടാതെ പോകാറുണ്ടോ? കിട്ടില്ല. ഈ ചെറിയൊരു മടക്കിൽ ചെറിയൊരു ബുക്ക് അടിച്ചിട്ട് റാപ്പർ വിട്ട് അഡ്രസ്സ് എഴുതി ഡിം എന്ന് പറഞ്ഞ് വീട്ടിൽ വരെ ഈ സാധനം ബൈ പോസ്റ്റ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യം എന്താണെന്നറിയാമോ? മെമ്പർമാരുടെ എണ്ണം കുറവാണ്, കുത്തിന് പിടിച്ച് കണക്ക് ചോദിക്കും സമയത്ത് ഓഡിറ്റിംഗ് നടന്നില്ലെങ്കിൽ. ശങ്കരൻ നായർ പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നു. ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തട്ടിപ്പൊത്തി എടുത്തു കഴിഞ്ഞാൽ 2000 ക്ഷേത്രമാണുള്ളത്. 11,000 കോപ്പറേറ്റീവ് സൊസൈറ്റി നടത്താൻ നാട്ടുകാർക്ക് അറിയാമെങ്കിൽ പിന്നെ 2000 ക്ഷേത്രം നടത്താനാണ് വലിയ കാര്യം. നിങ്ങളുടെ ഈ ഏടാകൂടമൊക്കെ ഉണ്ടായിരുന്നതിന് മുമ്പ് ആരാ ഇത് നടത്തിക്കൊണ്ടിരുന്നത്? ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവരങ്ങോട്ട് ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയതിന് ശേഷമാണ് അമ്പലം മുഴുവൻ സ്ഥാപിച്ചതെന്ന് തോന്നും. അല്ലല്ലോ. പല അമ്പലങ്ങളും സ്വയംഭൂവാണ്, എന്നുണ്ടായെന്ന് ആർക്കും അറിയില്ല. നമ്മുടെ കാർന്നന്മാരത് നടത്തിക്കൊണ്ട് പോയില്ലേ? വല്ലതും സംഭവിച്ചോ? ടിപ്പു സുൽത്താൻ ആക്രമിച്ചു. ഇന്നിപ്പോൾ തെക്കുള്ള പല ക്ഷേത്രങ്ങളിലും വലിയ സ്വർണ്ണ നിക്ഷേപം കാണുമല്ലോ, വടക്ക് കാണില്ല. കാര്യം എന്താ? വടക്ക് നോടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഏറ്റവും തെക്കേ അറ്റം വന്ന് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ. അതിനുശേഷം നിങ്ങൾ നോക്കൂ, ഈ മുനമ്പം മണ്ടപ്പള്ളിക്കാവ് ക്ഷേത്രം മുതൽ തെക്കോട്ടാണ് സ്വർണം മുഴുവൻ കിടക്കുന്നത്. വടക്കുന്ന അതിൻ്റെ അടുത്ത് സ്വർണ്ണമില്ല. കൊടുങ്ങല്ലൂരമ്മയുടെ അടുത്ത് കുറച്ചുണ്ടായിരുന്നു, അത് പിന്നീട് ഡെപ്പോസിറ്റ് ചെയ്തതാണ്. ദേവീക്ഷേത്രങ്ങളിൽ പൊതുവെ താലി അത് ഇത് വഴിപാടായിട്ട് ഒരുപാട് സ്വർണം വരുമല്ലോ. പൊതുവെ നിങ്ങൾ ദേവീക്ഷേത്രത്തിലാണ് സ്വർണം വരവ് കൂടുതൽ. ഗുരുവായൂരപ്പൻ, ശബരിമല, അയ്യപ്പനൊക്കെ എക്സെപ്ഷനാണ്. സാധാരണയിൽ ദേവീക്ഷേത്രം സ്ത്രീകളാണല്ലോ ഇത് അർപ്പിക്കുന്നത്. ഇങ്ങനെ അപ്പോൾ ഇത്രയും സാധനം അവിടെ നിന്ന് തലച്ചുമടായിട്ട് വള്ളത്തെ കയറ്റിയും ബാർജ് വഴിയും കടപ്പുറത്ത് കൂടിയും ഓടിപ്പാഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഈ ടിപ്പു സുൽത്താനിൽ നിന്ന് പോലും ക്ഷേത്രത്തിൻ്റെ സ്വത്ത് സംരക്ഷിക്കാൻ ഹിന്ദു സമൂഹത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് ഈ ആധുനിക യുഗത്തിൽ എന്തുകൊണ്ട് കഴിയില്ല? വള്ളവും പങ്കായവുമായിട്ട് നമ്മുടെ കാർന്നവന്മാർ കഷ്ടപ്പെട്ടില്ലേ ഒരുപാട്? ഈ സ്വത്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ. അത് ഇപ്പുറത്ത് കൂടെ ഡച്ചുകാരൻ, അപ്പുറത്ത് കൂടെ പോർച്ചുഗീസുകാരൻ, ഇതിലെ ഇംഗ്ലീഷുകാരൻ. ഇവൻ്റെയൊക്കെ നടുക്കുന്ന് ഇത് രക്ഷപ്പെടുത്തിയെടുക്കാൻ എന്താ മാർഗം? കുഴിച്ചു മൂടി. അതാണ് കല്ലറ. കല്ലറയെന്നല്ലേ പേര്. ശവക്കല്ലറയ്ക്കും കല്ലറയെന്നല്ലേ പേര്. സ്വർണം കുഴിച്ചിട്ടതിനും കല്ലറയെന്നാ പേര്. കുഴിച്ചു മൂടി നമ്മൾ സ്വർണം. ഇവനെയൊക്കെ പേടിച്ചിട്ട് എന്തിനീ സ്വർണം നമ്മുടെ കാർന്നവന്മാർ സൂക്ഷിച്ചു വെച്ചു? അവർക്കിത് വിറ്റ് കള്ളു കുടിക്കാമായിരുന്നു, ചെയ്തില്ലല്ലോ. നമുക്ക് വേണ്ടി വെച്ചതല്ലേ. ഈ സ്വർണം അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള ബാധ്യത നമുക്കില്ലേ? ഞാൻ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം ഡെഡ് സ്റ്റോക്ക് അല്ലേ? ഡെഡ് സ്റ്റോക്ക് വെറുതെ കിടക്കുകയല്ലേ? അതെടുത്ത് ജനോപകാരപ്രദമായിട്ട് അത് ഉപയോഗിക്കരുതോ? ശരി,
ജനോപകാരത്തിനായിട്ട് ആ സ്വർണ്ണം എടുത്തു കഴിഞ്ഞാണല്ലോ 4 ദിവസത്തേക്ക് കേരളത്തിൽ ഫ്രീ റേഷൻ കൊടുക്കാൻ തികയും. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? 4 ദിവസം അധ്വാനിക്കാതെ ഇവന് തിന്നാം. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? എടാ, ഈ ബുദ്ധി നമ്മുടെ കാരണന്മാർക്കില്ലായിരുന്നോ? ഇത് സ്വർണം വിറ്റ് നമുക്ക് ആഘോഷിക്കാമെന്ന്. അവർ വിറ്റില്ലല്ലോ. എടാ, അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ എന്തെങ്കിലും സൂക്ഷിച്ചു വയ്ക്കുമോനെ, എന്തെങ്കിലും കോമൺ ആയിട്ട്. എൻ്റെ സ്വത്ത് എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കും, ഓരോരുത്തരും അവരവരുടെ മക്കൾക്ക് കൊടുക്കും. എല്ലാവർക്കുമായിട്ട് സ്വത്ത് എവിടെ? നമ്മുടെ കൂട്ടത്തിൽ ദരിദ്രന്മാർക്ക് എന്തെങ്കിലും അത്യാപത്ത് വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കാനുള്ള ഫണ്ട് എവിടെ? അതിനല്ലേ ക്ഷേത്രങ്ങൾ. നമ്മളുടെ കലകളെല്ലാം ക്ഷേത്രങ്ങളിലൂടെയല്ലേ പരിപോഷിക്കപ്പെട്ടത്. നമ്മളുടെ കല്യാണങ്ങൾ നടക്കുന്നത് ക്ഷേത്രങ്ങളിൽ വെച്ചല്ലേ. നടക്കുന്ന മാത്രമല്ല, ആലോചന. വൈക്കത്തഷ്ടമിക്കും തൃശ്ശൂർ പൂരത്തിനൊക്കെ കാണുമ്പോഴാണ് ചോദിക്കുന്നത്, അല്ല കുറേ നാളെയല്ലേ കണ്ടിട്ട്, എങ്ങനെ പിള്ളേരൊക്കെ എങ്ങനെ, അപ്പോൾ ഇങ്ങനെ എനിക്കൊരു മകളുണ്ട്, അത് കൊള്ളാം, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് കല്യാണാലോചന തുടക്കം. നമ്മൾ അമ്പലപ്പറമ്പിലാണ്. നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റി മുഴുവൻ, സമൂഹ ജീവിതം മുഴുവൻ ക്ഷേത്ര പരിസരത്താണ്. ക്ഷേത്രങ്ങളിൽ അശ്ലീല കൊത്തുപണികൾ കാണുന്നു എന്നൊക്കെ പറയാറുണ്ട് പലരും. അതും ഒരു എൻ്റർടൈൻമെൻറ്റാണ്. എല്ലാം ക്ഷേത്രങ്ങൾ, എല്ലാം അവിടെ സമർപ്പിച്ചിരിക്കുക. എല്ലാം ഉണ്ട്, എല്ലാവർക്കും വേണ്ടത് എല്ലാം ഉണ്ട്. ഇനി തെറി പറയണമെങ്കിൽ അതിനുമുണ്ട്. ചേർത്തല പൂരത്തിനും കൊടുങ്ങല്ലൂർ ഭരണിക്കും അത്യാവശ്യം ഒന്ന് ചീത്ത പറയണമെന്നുള്ളവർക്ക് ഒന്ന് അപ്പുറത്തേക്ക് പോയി ഒരു ദിവസം ഒന്ന് ചീത്തയൊക്കെ പറഞ്ഞ് മുണ്ടൊക്കെ അഴിച്ച് തലയെ കിട്ടി ആഘോഷിച്ചിട്ട് തിരിച്ചു വരാം. അതിന് വരെ സൗകര്യം ചെയ്തു കൂടെ. ആണ്ടിലൊരിക്കലേ ഉള്ളൂ. 2ാമത്തെ ദിവസം കരണക്കുറ്റിക്ക് അടിപിടിക്കും, ഒറ്റ ദിവസം. ഇതിന് വരെ ഇത്രയധികം സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഈ സമൂഹത്തെ ഇങ്ങനെ ചവിട്ടി മെതിക്കാമോ? അവരുടെ സമ്പത്തിട്ട് കളിക്കുക. തൃപ്പൂണിത്തുറ ദിവസത്തിലെ സ്വർണം എടുത്തെടുത്ത് തീർന്നു. ഇനിയിപ്പോൾ എന്തോ 10-16 കിലോ സ്വർണ്ണമുണ്ട്. ഞാനൊരു കേസുമായിട്ട് ഹൈക്കോടതിയിൽ പിന്നാലെ ചെരുപ്പ് തേഞ്ഞു. എൻ്റെ ഈ സ്വർണ്ണം ഇല്ലാതെ കൊണ്ടുപോകും. ആദ്യം ഒരു സ്റ്റേ ഓർഡർ കൊടുത്തു. പിന്നെ അവർക്കപ്പോൾ പെട്ടെന്ന് തലയെക്കെട്ടുണ്ടാക്കണം, മറ്റേ നെറ്റിപ്പട്ടം ഉണ്ടാക്കണം. നെറ്റിപ്പട്ടം ഉണ്ടായില്ലെങ്കിൽ ഉത്രം ഉത്സവം നടക്കാൻ പറ്റില്ല, പൂർണ്ണത്രയേശൻ ക്ഷോഭിക്കും എന്നൊക്കെ അവസാനം കോടതി പറഞ്ഞു, ഓ എടുത്തുകൊണ്ട് പൊക്കോ. ഞാൻ പറഞ്ഞു, കൊടുക്കല്ലേ സാറേ, കള്ളത്തരാണ്, ആദ്യം നമുക്ക് ഉത്സവം നടക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. ഓ അങ്ങനെ അത് പോയി. ബാക്കിയുള്ളതെങ്കിലും രക്ഷിക്കാനായിട്ട് പടപെടുകയാണ്. അവിടെയുണ്ട് കല്ലറ, 2 കല്ലറയുണ്ടെന്ന് പറയുന്നു. നാട്ടുകാർ, തൃപ്പൂണിത്തുറക്കാർ പറയുന്ന അവിടെ 3ാമത്തെ ഒരെണ്ണം ഉണ്ട് സാറ് കോടതിയിൽ നിന്ന് അമിക്കസ് ക്യൂറിയെ വെച്ച് പരിശോധിപ്പിക്കണം. അമിക്കസ് ക്യൂറിയെ വയ്ക്കാൻ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ചെയ്യുമെന്നറിയില്ല. കോടതിയിൽ ചിലപ്പോൾ കേസാണല്ലോ, ചിലപ്പോൾ തോറ്റുപോയെന്ന് വരും. ഇങ്ങനെ ഈ സ്വത്ത് നശിപ്പിക്കുക. തൃശ്ശൂർ ദേവസ്ഥൻ്റെ മറ്റേ കൊച്ചി ദേവസ്ഥൻ്റെ കീഴിലാണല്ലോ തൃപ്പൂണിത്തുറ വരുന്നത്. തൃശ്ശൂർ അവർക്കൊരു സ്ട്രോങ് റൂം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തൃപ്പൂണിത്തുറയുടെ സ്വർണം മുഴുവൻ അവർ തൃശ്ശൂരേക്ക് മാറ്റാൻ പോകും. ഇതിനാണ് ഞാൻ വിവരാവകാശ നിയമപ്രകാരം അവരുടെ കണക്ക് മേടിച്ചത്. ആ കണക്കിൽ ഓഡിറ്റർ എഴുതിയിരിക്കുകയാണ്, 1976 ശേഷം ഈ പണ്ടം പാത്രം രജിസ്റ്റർ ആരും പരിശോധിച്ചിട്ടില്ല. പണ്ടം പാത്രം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പണ്ടം, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പണ്ടങ്ങൾ, ആഭരണങ്ങൾ. പാത്രം സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്, ഓടുണ്ട്, പിച്ചളയുണ്ട്, ഇരുമ്പുണ്ട്. അലൂമിനിയം ക്ഷേത്രത്തിനുള്ളിൽ എടുക്കില്ല. ഇത്രയും ലോഹങ്ങളുടെ പാത്രം. പിന്നെ മരത്തിൻ്റെ ഐറ്റമുണ്ട്, ചിരവ, അതുപോലെയുള്ള സാധനങ്ങളൊക്കെയുണ്ട്. ഇതിന് എല്ലാം ലിസ്റ്റുണ്ട്. 1976 ശേഷം ഫിസിക്കലി ഒരു സ്റ്റോക്ക് ടേക്കിംഗ് നടക്കണമല്ലോ. മാല ഇത്ര, വള ഇത്ര, കിരീടം ഇത്ര, മോതിര ഇത്ര, ഇങ്ങനൊരു കണക്കെടുക്കണ്ടേ? ഇത് സ്വർണ്ണമാണോ എന്നും കൂടെ പരിശോധിക്കേണ്ട, അതുപോലും ചെയ്യേണ്ട. ഇത് പോലും 1976 ശേഷം ചെയ്തിട്ടില്ല, കൂട്ടിയിട്ടിരിക്കുകയാണ്. ഓഡിറ്റർ റിപ്പോർട്ടാണ്. ഞാൻ ജന്മഭൂമിയിൽ ഫോട്ടോ കോപ്പി മനഃപൂർവ്വം കൊടുത്തിരുന്നു. അതിൻ്റെ നുണയാണെന്ന് വിചാരിക്കരുതല്ലോ. From 1976, not even physical verification, leave alone inventory. And this dubiety കണക്ക് ചോദിച്ചു കഴിയുമ്പോൾ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷയ്ക്ക് നിങ്ങളുടെ കണക്ക് പൊളിഞ്ഞില്ലേ? What a nonsense, such duplicity, such skullduggery. എന്തൊരു കഷ്ടമാണ്. ഇതിന് വി ഡി സതീശന് സമാധാനം പറയാൻ പറ്റുമോ? ഇത്രയധികം ഒരു സമൂഹം സഹിച്ചില്ലേ? സതീശ, മുഖ്യമന്ത്രിയാകാൻ വേറെ എന്തെങ്കിലും വഴി നോക്ക് സതീശ. ഞങ്ങളുടെ നെഞ്ചത്ത് കൂടി വേണ്ട, ഞങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടി മുഖ്യമന്ത്രിയാവാൻ നോക്കണ്ട. ഞങ്ങളുടെ സ്വത്തിനെ അപഹരിക്കാനും ഞങ്ങൾ സമ്മതിക്കാൻ പോകുന്നില്ല. അത് സതീശനോടും സതീശൻ്റെ മറ്റേ കിങ്കരന്മാരുണ്ടല്ലോ, തൊട്ടത്തെറി പറയുന്ന ടീമൊക്കെ ഉണ്ടല്ലോ, അവരെയൊന്നും കാണിച്ച് പേടിപ്പിക്കില്ലേ. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഒറിജിനലി ചേർത്തലക്കാരനാണ്. ഞാൻ വളരെ ഭംഗിയായിട്ട് ഞാൻ തെറി കേട്ടിട്ടുണ്ട് ചേർത്തല പൂരത്തിന്. കൊടുങ്ങല്ലൂർ ഭരണിക്ക് എൻ്റെ ചിറ്റമ്മ എവിടെയുണ്ട്, ഞാൻ ആ തെറിയും കേട്ടിട്ടുണ്ട്. 4 വർഷം
എഞ്ചിനീയറിംഗ് കോളേജിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചവനാ. ഇൻ്റർനാഷണൽ തെറി ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തെറി പറഞ്ഞ് ടി ജി മോഹൻദാസിനെ അങ്ങ് പേടിപ്പിച്ച് കളയാന്ന് വിചാരിക്കരുത്. ഈ ഫേസ്ബുക്കിലൂടെയുള്ള തെറിയും ചീത്തവിളിയും കൊണ്ടൊന്നും ആരും ഒന്നും നേടാൻ പോകുന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിലെ ചെറുപ്പക്കാരെ ഫേസ്ബുക്കുള്ളവരൊക്കെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എന്നെ അപമാനിക്കുന്നവരെ പോലും ഞാൻ മാന്യമായിട്ടാണ് സുഹൃത്തെ, ഇന്നതാണ് ഇതിൻ്റെ സത്യം, വെറുതെ ദേഷ്യപ്പെടാതെ എന്ന് പറഞ്ഞൊരു മറുപടി പലതിനും ഞാൻ മറുപടി കൊടുക്കാറേയില്ല, ചെയ്തോട്ടെ എന്തെങ്കിലും വിചാരിച്ച്. എന്നിട്ടും MLA-യുടെ സ്റ്റേച്ചറുള്ള ഒരാളൊക്കെ ഈ ഭാഷ എൻ്റെ നേർക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു അധപ്പതനമാണെന്ന് ആലോചിച്ചു നോക്കും. ആകെ ഞാൻ ചെയ്തത് എന്താ? കണക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഞാൻ കണക്ക് കൊടുത്തു. അങ്ങനെ ദേഷ്യം വന്നു. അങ്ങനെ വിചാരിച്ചാൽ അങ്ങേര് നേടി. കാരണം ഈ TV ചർച്ചയിൽ ബാബുവിനെ നാല് വട്ടമിട്ട് ശ്വാസം മുട്ടിച്ചല്ലോ, നങ്കൂരിൻ്റെ കൂട്ടും പിടിച്ച്. ഈ നങ്കൂരിനും പിങ്കൂരിനും ഒക്കെ മുഖത്തൊരു അടിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഡോക്യുമെൻ്റ്. അതിനവൻ ചീത്ത പറയും. എന്ത് ചെയ്യുമെന്ന് പറ. എന്തൊരു കാലം. വേറെ ആരോടെങ്കിൽ ഇത് ചെയ്യുമോ? പേടിക്കുകയില്ലേ? അതല്ലേ ശശികല ടീച്ചർ ഇവിടെ വന്ന് പ്രസംഗിച്ചത്. VD സതീശൻ സങ്കടത്തോടെ റിപ്പോർട്ട് ചാനൽ പറയുകയാണ്, ടീച്ചറിനെ ഇരുത്തിക്കോ, എന്നെപ്പറ്റി ടീച്ചർ എൻ്റെ നാട്ടിൽ വന്ന് പ്രസംഗിച്ചു. എന്നെ അന്ന് ഹരിത MLA എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന കാലം, പരിസ്ഥിതിയെ സംബന്ധിച്ച്. ഈ MLA-യുടെ ഹരിതം പച്ചയാണ് എന്ന് ടീച്ചർ പ്രസംഗിച്ചു. ആ പച്ചയ്ക്ക് വേറൊരു അർത്ഥമുണ്ട്. ഉണ്ടല്ലോ. ടീച്ചറായതുകൊണ്ട് സതീശനേക്കാൾ കുറച്ചുകൂടെ പക്വതയും മാന്യതയും ഉള്ളതുകൊണ്ട് ആ ചോദ്യത്തിന് ടീച്ചറും മറുപടി പറഞ്ഞില്ല. വാസ്തവം എന്താ? സത്യമല്ലേ? ഇതിൻ്റെ പുറകിലൊരു പച്ച കളിയില്ലേ? പച്ച ബ്ലൗസ് ധരിക്കണം എന്ന് പറഞ്ഞ് സർക്കുലർ ഇറക്കിയത് VD സതീശൻ അടക്കുന്ന സർക്കാരല്ലേ? പച്ച കോട്ട് ധരിക്കണമെന്ന് പറഞ്ഞത് ഗംഗ എന്നുള്ള പേര് പറ്റില്ല എന്നൊരു മന്ത്രി പറഞ്ഞപ്പോൾ VD സതീശൻ പറഞ്ഞോ അത് മര്യാദയല്ല മന്ത്രി എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഒരു പച്ചയോടൊരു പേടി സതീശനില്ലേ? ഇത് ടീച്ചർ തുറന്നു പറഞ്ഞതാണോ സതീശന് ഇത്ര വലിയ സങ്കടപ്പെടാൻ കാര്യം? നേരിയൊരു തൊണ്ടയടർച്ചയുണ്ടായി സതീശൻ അത് പറയുമ്പോൾ, സങ്കടം കൊണ്ട്. അത് സത്യമാണെങ്കിൽ വേണ്ടില്ലായിരുന്നു. ഞാൻ ആലോചിച്ചു നോക്കി, ടീച്ചർ പറഞ്ഞതിൽ തെറ്റെന്താ? സത്യമല്ലേ ഇത്? നിങ്ങളുടെ 153A പേടിച്ചിട്ട് ഞങ്ങൾക്ക് വാ തുറക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് സതീശനോടൊരു അപേക്ഷയേ ഉള്ളൂ. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ഔദ്യോഗികമായിട്ട് അവരുടെ വെല്ലുവിളി ഉണ്ടായിരുന്നു, നിങ്ങൾ ഏറ്റെടുത്തു, അവരും അതിനെ സമ്മതിച്ചു. ഇനി നിങ്ങൾ പുറത്തിറങ്ങണം, ഒളിച്ചു കളിക്കരുത്. ഫോൺ എടുത്തിട്ട് മാന്യമായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യുക. ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തുനിന്ന് ഉത്തരവാദപ്പെട്ട സംസ്ഥാന നേതാക്കൾ തന്നെ ഹാജരാകും, കണക്കുകളും കൊണ്ടുവരും. ഒരു കാര്യം, VD സതീശനും കണക്ക് കൊണ്ടുവരണം. വെറുതെ 123 ലക്ഷം ചന്ദനം, കുങ്കുമം നിങ്ങളുടെ പൊളിഞ്ഞോ, വാദം കേട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള തൊടുന്യായങ്ങളുമായിട്ട് വരരുത്. ഓഡിറ്റ് ചെയ്ത കണക്കുമായിട്ട് വേണം VD സതീശൻ പ്രത്യക്ഷപ്പെടാൻ. ആ കണക്കില്ലെങ്കിൽ VD സതീശൻ പറയുക, ഇപ്പം എൻ്റെ കണക്കില്ല, എനിക്ക് 10 വർഷം എടുക്കും. പറഞ്ഞോ? കാരണം ഞങ്ങൾക്കറിയാം ഇത് 10-15 വർഷം എടുക്കാൻ പോവാണ്. നിങ്ങളിലൊരു ചുക്കുമില്ല, നിങ്ങൾ ചെയ്യാനും പോണില്ല. ഇത് തുറന്ന് സമ്മതിച്ചാൽ മതി. ഇത് കവിഞ്ഞ് ഞങ്ങൾക്ക് നിങ്ങളോട് പരാതിയൊന്നുമില്ല. സംഭവിക്കുന്നത് തുറന്ന് സമ്മതിക്കുക. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആ G സുധാകരൻ മര്യാദക്കാരനാണ് ഇവരെക്കാളും കുറച്ചുകൂടെ. തോമസ് ഐസക്കിൻ്റെ മര്യാദ ഞാൻ പറഞ്ഞല്ലോ. G സുധാകരൻ 2006 ഇവിടെ പത്തനംതിട്ടയിൽ നമ്മുടെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം വിളിച്ചു. വല്ലാതെ ക്ഷോഭിച്ചു. സുധാകരൻ പറഞ്ഞു, എടോ 2 സീസൺ മണ്ഡലവും മകരവിളക്കുമായിട്ട് 10,000 കോടി രൂപ പലവിധ ടാക്സ് ഇനങ്ങളിൽ സർക്കാരിലേക്ക് വരുന്നതാണ്. ഏത്? പമ്പയിലെ പാർക്കിംഗ് ഫീസോ വണ്ടാരപ്പെട്ടിയിലെ കാശോ ഒന്നുമല്ല. മറ്റനത്തിൽ നാട്ടിൽ ടാക്സ് ആയിട്ട് കിട്ടുന്നത് ഈ ഒറ്റ സീസണിൽ 10,000 കോടി രൂപയാണ്. അവരോട് പിച്ചക്കാരെ പോലെ വേണോ പെരുമാറുന്നത്? അയ്യപ്പന്മാരോട് കുറച്ചുകൂടെ മര്യാദയ്ക്ക് പെരുമാറണം. ഞാൻ അഭിനന്ദിക്കുന്നു ആ മനുഷ്യനെ കേട്ടോ. അത് കമ്മ്യൂണിസ്റ്റ് ആയാലെന്താ, നേരുള്ളവനാണ്, കാര്യം തുറന്നു പറഞ്ഞു. 10,000 കോടി രൂപ. ഇത് 2006. അപ്പോൾ ഇപ്പം എത്ര കിട്ടുന്നുണ്ടാവും? ഇരട്ടിയെങ്കിലും ആകില്ലേ 10 വർഷം കൊണ്ട്? പോട്ടെ, 10,000 കോടി തന്നെ എന്ന് വെച്ചോ. ശശികല ടീച്ചർ പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ഒരു കുന്തം അങ്ങോട്ട് ചെലുത്തിയത് എന്തായിരുന്നു? 3,000 കോടി രൂപ. സുധാകരൻ പറഞ്ഞ എത്ര? 10,000 കോടി രൂപ. അപ്പോൾ 7,000 കോടി രൂപ കുറവല്ലേ ടീച്ചർ പറഞ്ഞോളൂ? ഇതിനാണോ ടീച്ചറെ ഹിംസിക്കാൻ ഇറങ്ങുന്നത്? 540 കോടി രൂപ ഞങ്ങൾ മൊത്തത്തിൽ ചിലവാക്കിയിട്ടുണ്ടെന്ന് ശിവകുമാർ ഒരു കണക്ക് പറഞ്ഞില്ല. ഏത്? കക്കാത്തോട് പാലം പണിഞ്ഞു, മറ്റേ പാലത്തിന് കൈവരി വെച്ചു, ഇവിടെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ടാക്കി, എന്നിട്ട് വീശിയൊരടിയാണ്. മറ്റ് ചിലവുകളെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 540 കോടി ഓളം രൂപ ഞങ്ങൾ
ശബരിമലയ്ക്ക് വേണ്ടി ചെലവാക്കി. അപ്പോൾ 10,000 കോടി രൂപ കിട്ടി 2006. ഇന്നും 10,000 കോടി എന്ന് വയ്ക്കുക. അതിൽ ഈ 540 കിഴിച്ചാൽ ബാക്കി 9,560 കോടി രൂപ ഖജനാവിലേക്ക് കൊടുത്തത് ആരാണ്? അയ്യപ്പന്മാരല്ലേ? അത് തുറന്ന് സമ്മതിക്കാനുള്ളൊരു മര്യാദ വേണ്ടേ? എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ വാദം പൊളിഞ്ഞു എന്ന് പറയുക. എന്തിന്? ഞാൻ പറയുന്നത് ഈ സെൻസിന്, ബുദ്ധിക്ക് ഒരു പരിധി ഉണ്ടാവും. ബുദ്ധി ഇല്ലായ്മയ്ക്ക് പരിധിയില്ല. നോൺ സെൻസിന് പരിധിയിൽ എന്തും വിളിച്ചു പറയാം. ബുദ്ധിയുള്ള മനുഷ്യന് അതിന് പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് അയാൾക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇവർക്ക് എന്തും പറയാം. ഈ LDFനും UDFനും പ്രത്യേകിച്ച് ഹിന്ദുവിനെതിരാണോ എന്തും പറയാം. സിമ്പിൾ ചോദ്യമാണല്ലോ പറവൂരുകാർ നിങ്ങൾ ചോദിച്ചത്. പട്ടാളം പള്ളി, വേറൊരു ക്രിസ്ത്യൻ പള്ളി, ഹിന്ദു ക്ഷേത്രം, ഇത് ഒരേ രീതിയിലാണോ എന്ന് ചോദിച്ചു. സതീശൻ്റെ മറുപടിയാണ്, അവിടെയെങ്ങും ആരാധനാ സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നതായിട്ട് എനിക്കറിഞ്ഞുകൂടാ. ആരാധനാ സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടു എന്നാണോ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം? അല്ലല്ലോ. ഇതിൻ്റെ ഭരണം അതാത് ആൾക്കാരുടെ കയ്യിലാണ്. പക്ഷേ ഹിന്ദു ക്ഷേത്രം വരുമ്പോൾ മാത്രം സർക്കാരിൻ്റെ കയ്യിലാണ്. ഈ വൈപരീത്യമാണ് നിങ്ങളുടെ പോസ്റ്ററിലൂടെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഇത് അയാൾക്ക് മനസ്സിലായില്ല എന്നാണോ നിങ്ങളുടെ വിചാരം? അല്ല, അയാൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ട് അയാൾ വളച്ചു കെട്ടുന്നു. എന്താ വിദ്വാൻ എഴുതിയിരിക്കുന്നത്? പട്ടാളം ജുമാ മസ്ജിദിലും പറവൂർ സെൻറ് തോമസ് പള്ളിയിലും ഉള്ളതുപോലെ പെരുവാരം മഹാദേവ ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്ക് ആരാധനാ സ്വാതന്ത്ര്യവും ഭരണാവകാശവും ഉണ്ടോ എന്നാണ് ചോദ്യം. ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചോ ബാബു? ഭരണാവകാശം ഉണ്ടോ? ഇല്ലല്ലോ. ഇതില്ലാത്തതിൻ്റെ കാരണം എന്താ? അതിന് കാരണം അങ്ങനെ പറയുന്നു, രാജാവ് ഏറ്റെടുത്തതാണ്. ആയിക്കോട്ടെ, ഇപ്പം ജനാധിപത്യമല്ലേ, നിങ്ങൾ തിരിച്ചു തരണ്ടേ? നിങ്ങൾ തിരിച്ച് ജനങ്ങളിലേക്ക് കൊടുക്കേണ്ടേ അധികാരം? പഞ്ചായത്തിൻ്റെ അധികാരം ജനങ്ങൾക്കല്ലേ തിരഞ്ഞെടുത്ത് ഓരോ വാർഡിലും ചെറിയ ചെറിയ തിരഞ്ഞെടുപ്പ് നടത്തി അല്ലേ ചെയ്യുന്നത്? ഇതുപോലെ ക്ഷേത്രങ്ങളിലും ചെയ്യുക. അത് നിങ്ങൾ ഏകാധിപതിയെ പോലെ 3 പേരെ ഇരുത്തി നിങ്ങളുടെ ഇഷ്ടം പോലെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ പോയിൻ്റ്. ഇതിനാണ് സതീശൻ മറുപടി പറയേണ്ടത്. അല്ലാതെ വളവള വർത്താനം പറഞ്ഞിട്ട് എന്തോ